നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഭഗവത്ഗീതയും മഹാഭാരത കഥയും ഓരോ വാക്കിലും എങ്ങനെ നൂലും മുണ്ടുമെന്ന പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓരോ ശ്ലോകം വിചിന്തനം ചെയ്യുമ്പോഴും വ്യക്തമായിത്തീരും. അങ്ങനെ മുണ്ടും നൂലും എങ്ങനെയാണോ ഒരുമിച്ച് ഒന്നായി ഇരിക്കുന്നത്, അതേ പ്രകാരത്തിൽ മുണ്ടുമുണ്ടായിരിക്കുമ്പോഴും അത് നൂലായും ഇരിക്കുന്നു. കാരണം നൂലുകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുണ്ടുണ്ടാകുന്നത്. അതേ പ്രകാരത്തിലാണ് ഗീതയും ഈ മഹാഭാരതവും മുണ്ടും നൂലും പോലെയാണ്. ഗീത കഥാരൂപത്തിൽ, കഥ ഗീതയുടെ ആത്മാവിനെ അഭിവ്യഞ്ജിപ്പിക്കുന്ന പ്രകാരത്തിൽ ഇങ്ങനെ മുണ്ടും നൂലും പോലെ ഒന്നായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വ്യാസ സൃഷ്ടിയാണ് മഹാഭാരതം എന്ന് നാം അറിയണം. ഇങ്ങനെ പാണ്ഡവന്മാർക്ക്, വിശേഷിച്ച് അവരുടെ ജ്യേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരന് ധൈര്യം ശ്രീകൃഷ്ണൻ തന്റെ വാക്കുകൾ കൊണ്ട് പകർന്നു. അത് ഭൗതികമായ കഥയുടെ സാഹചര്യത്തിലും ചിന്തിക്കുന്ന ആളുകൾക്ക് അധ്യാത്മമായിരിക്കുന്ന തത്വവിചിന്തനത്തിന്റെ കാര്യത്തിലും ഒരേപോലെ സംഗതമായിരിക്കുന്നു. യുധിഷ്ഠിരൻ ഇത് കേട്ടിട്ട് ഭഗവാനോട് പറഞ്ഞു, ഏവമേതന്മഹാബാഹോ യഥാവദസി മാധവ. അല്ലയോ മാധവ, മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന അല്ലയോ കൃഷ്ണ, അങ്ങ് എന്താണോ പറഞ്ഞത് അത് പൂർണ്ണ സത്യമാണ് എന്ന് എനിക്കറിയാം. അങ്ങ് ഒരിക്കലും അസത്യമായിട്ടുള്ള വാക്ക് പറയില്ല. അതിനാൽ അങ്ങ് പറഞ്ഞതിന് മുഴുവൻ അതേ പ്രകാരത്തില്, അതേ അർത്ഥത്തില് ഞാൻ സമ്പൂർണമായിട്ടും സ്വീകരിക്കുന്നു. സർവേ ഹേതേന പര്യാപ്ത തവ വേഗവിധാരണേ. അല്ലയോ കൃഷ്ണ, അങ്ങ് ആയുധവും എടുത്തുകൊണ്ട് പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന 11 അക്ഷൗഹിണികളിൽ തുടങ്ങിയതാണ് കൗരവന്മാരുടെ സൈന്യം. ഇപ്പോൾ ഈ 10-ാം ദിവസം 9-ാം ദിവസം യുദ്ധം കഴിയുമ്പോഴേക്കും കൗരവന്മാരുടെ സേനയിൽ സംഖ്യ കുറഞ്ഞു. എങ്കിലും വളരെയേറെ ഉണ്ട് ആളുകൾ. വലിയ പ്രഗത്ഭന്മാരും അവിടെയുണ്ട്. എന്നാൽ അവരെല്ലാവരും കൂടി ശ്രമിച്ചാലും നീ ഒരാളായുധവും എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കാർക്കും നിന്നെ തടഞ്ഞു നിർത്താൻ പറ്റൂല. നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നീ ചെയ്തിരിക്കും. ഭീഷ്മന് പോലും നിന്നെ തടയാൻ പറ്റൂല. നിന്റെ ആ കരുത്തിനെ, നിന്റെ വേഗതയെ, നിന്റെ യുദ്ധ നൈപുണ്യത്തെ, നിന്റെ ആത്മബലത്തെ, അതിനെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് എനിക്കറിയാം. എത്രയോ സംഭവങ്ങൾ അതിന്റെ മുന്നിൽ കിടക്കുന്നു. കംസവധം, ആ കംസവധത്തിന് വന്നപ്പോൾ തന്നെ ചാണൂരമുഷ്ടികാദി ആ മല്ലവീരന്മാരെയെല്ലാം സംഹരിച്ചത് ബാലകനാണ്. ഇതൊക്കെ ചെയ്യുന്നത് കുലയാവീടം എന്നുള്ള ആനയെ സംഹരിച്ചത് ഒക്കെ. അത് കഴിഞ്ഞിട്ടോ എത്ര സംഭവങ്ങൾ യുധിഷ്ഠിരന്റെ മുന്നിൽ വെച്ചിട്ടല്ലേ ആ രാജസൂയജ്ഞ ഘട്ടത്തിൽ വെച്ചിട്ട് ശിശുപാലന്റെ കഴുത്തിനെ ചക്രം കൊണ്ട് കൃഷ്ണൻ നിഷ്പ്രയാസം ഖണ്ഡിച്ചു കളഞ്ഞത്. അതേപോലെ കൃഷ്ണന്റെ സാന്നിധ്യത്താലല്ലേ ഭീമസേനന് ജരാസന്ധനെ ഹിംസിക്കാനായി സാധിച്ചത്. അതുകൊണ്ടല്ലയോ കൃഷ്ണ, എനിക്കറിയാം നിന്റെ കരുത്ത്. നിന്നെ തടഞ്ഞു നിർത്താൻ ഇവർക്കാർക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗരവന്മാർക്കാർക്കും തന്നെ സാധ്യമേയല്ല. ഭീഷ്മനും സാധ്യമല്ല. നിയതം സമവാപ്സ്യാമി സർവമേതത് യഥേപ്സിതം. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ,
ഞാൻ എന്തെന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അത് മുഴുവൻ ഉറപ്പായിട്ടും ഞാൻ നേടും, എനിക്ക് കൈവരും, എനിക്ക് ലഭിക്കും. യുധിഷ്ഠിരൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം പറയണം. അവിടെ ദുഃഖിതനായി ഇരുളടഞ്ഞു പോയി ഭാവി എന്ന് ചിന്തിച്ചിട്ട് ഈ യുദ്ധം തന്നെ ഉപേക്ഷിച്ച് പോയാലെന്തെന്ന് കൃഷ്ണനോട് സംസാരിക്കുന്ന യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരൻ പറയാണ്, രാജ്യം നേടുക, ശത്രുക്കളെ മുഴുവൻ കീഴ്പ്പെടുത്തുക, അതൊക്കെയാണല്ലോ യുധിഷ്ഠിരന്റെ സങ്കല്പത്തിലുള്ള ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കുക. അതുവഴിയെ ഞാൻ നേടും, ഒരിക്കലും എനിക്ക് പരാജയം ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? യസ്യ തേ പുരുഷ വ്യാഘ്ര ഭവാൻ പക്ഷേ വ്യവസ്ഥിത. അങ്ങ് പുരുഷവ്യാഘ്രനായ അങ്ങ്, പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന അങ്ങ്. അവിടെ പുരുഷശ്രേഷ്ഠൻ എന്നുള്ളതിന് പരമാത്മാവെന്ന് വരെ അർത്ഥം പറയണം. വ്യാസൻ പറയിക്കുന്ന വാക്യമാണിത്. അങ്ങനെ പുരുഷശ്രേഷ്ഠനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന അങ്ങ്, ആ അർത്ഥം വരെ യുധിഷ്ഠിരൻ ഒരുപക്ഷെ ചിന്തിച്ചു കാണില്ല. പക്ഷെ വ്യാസൻ പറഞ്ഞതായതുകൊണ്ട്, വ്യാസൻ ഇതുവരെ നമുക്ക് തന്നതായ പാഠങ്ങളുടെ ബലത്തിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ തന്നെ തോന്നുകയും ചെയ്യും. വ്യാസനാണ് പറയുന്നത്. അതുകൊണ്ട് പുരുഷവ്യാഘ്രൻ എന്നുള്ളതിന് സാധാരണ ലൗകിക തലത്തിൽ എന്തർത്ഥം പറയണം? ബലവാനായ, ശ്രേഷ്ഠനായ, കരുത്തനായ പുരുഷൻ എന്നർത്ഥം പറയണം. അത് അങ്ങ് പരമാത്മാവ് വരെ ചെല്ലും എന്നുള്ളതാണ് വ്യാസവാക്യമായ കൊണ്ടുള്ളതായ പ്രത്യേകത. അങ്ങനെ അല്ലയോ പുരുഷവ്യാഘ്ര, അങ്ങ് ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നു. അതിനാൽ ആ ഒരൊറ്റ കാരണത്താൽ എനിക്ക് ആഗ്രഹങ്ങളെല്ലാം അനായാസമായി കൈവരും എന്ന് ഉറപ്പുണ്ട്. കൃഷ്ണന്റെ വാക്കുകൾ യുധിഷ്ഠിരന്റെ ദുഃഖത്തെ, ആശങ്കകളെ എല്ലാം ദൂരീകരിച്ചു എന്ന് വ്യക്തം. സേന്ദ്രാൻ അപിരണേ ദേവാൻ ജയേയം ജയതാംവര ത്വയാ നാഥേന ഗോവിന്ദ. അല്ലയോ ഗോവിന്ദ, നാഥനായിട്ട് നീ ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ദേവേന്ദ്രനെ പോലും, ആ ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ എത്തുന്നതായ ദേവസൈന്യത്തെ പോലും പടയിൽ, യുദ്ധത്തിൽ നേരിട്ട് ജയിക്കാനാകും. ഇന്ദ്രനാൽ നയിക്കപ്പെടുന്ന ദേവസേനയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. പക്ഷേ ഞങ്ങൾ ജയിക്കും. എന്തുകൊണ്ട്? നീയാണ് നേതൃത്വം തന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കിമു ഭീഷ്മം മഹാരഥം. പിന്നെ ഈ ഭീഷ്മൻ എന്താണ്? എത്രയോ നിസ്സാരം. മഹാരഥനാണ് എന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ പ്രശംസിക്കുന്നുണ്ട്. സത്യവുമാണ്, അദ്ദേഹം മഹാരഥനാണ്. ഇതുവരെ ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ല. അദ്ദേഹം പരശുരാമനെ പോലും യുദ്ധത്തിൽ ജയിച്ചയാളാണ്. അങ്ങനെയുള്ള മഹാരഥനായിരിക്കുന്ന ഭീഷ്മൻ പോലും അങ്ങുള്ളപ്പോഴേക്കും ഞങ്ങൾക്ക് എത്രയോ നിസ്സാരം. ഇന്ദ്രാദികളെപ്പോലും തോൽപ്പിക്കാമെങ്കിൽ വളരെ നിസ്സാരമാണ്. അതിനാൽ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ നേതൃത്വം, അങ്ങയുടെ വാക്കുകൾ എനിക്ക് ധൈര്യം പകരുന്നു. എങ്കിലും ഒരു കാര്യം ഞാൻ അങ്ങയോട് ഇപ്പോൾ വെളിവാക്കാൻ ഇഷ്ടപ്പെടുന്നു. നതു ത്വാമനിർതം കർത്തും ഉത്സഹേ സ്വാത്മഗൗരവാത്. എന്റെ കാര്യം നേടണം, അത് വളരെയേറെ പ്രധാനപ്പെട്ടതായ സംഗതിയാണ്. അത് നേടിയെടുക്കാൻ വളരെയേറെ തടസ്സങ്ങളുണ്ട്, ദുഷ്കരമാണ് വിജയം കൈവരിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലയോ കൃഷ്ണ, നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടൂല. എന്റെ കാര്യം നേടുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണല്ലോ. പക്ഷെ അതിന്റെ ഗൗരവം ഓർത്തിട്ട് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടൂല. എന്താണെന്നറിയോ? നീ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്താ? ആയുധം എടുക്കില്ല, യുദ്ധം ചെയ്യില്ല ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ന് നീ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിന്റെ പ്രതിജ്ഞയെ ലംഘിക്കുവാനുള്ളതായ ഒരു സാഹചര്യം അല്ലയോ കൃഷ്ണ ഞാൻ ഉളവാക്കില്ല. നതുത്വാം അനൃതം കർത്തും. തെറ്റ്, കള്ളം, പറഞ്ഞ വാക്ക് പരിപാലിക്കാതിരിക്കൽ, അത് ചെയ്യാനായിട്ട് നിന്നെ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല. നീ എന്നോട് പറഞ്ഞല്ലോ ആജ്ഞ തരാൻ വേണ്ടിയിട്ട്
ഞാൻ യുദ്ധം ചെയ്യാം, ഞാൻ ഈ നിമിഷം തന്നെ ഭീഷ്മരെ വെല്ലുവിളിച്ചിട്ട് എല്ലാവരും കണക്കെ സംഹരിക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ, നിനക്കത് സാധിക്കും. പക്ഷേ അത് പ്രതിജ്ഞാലംഘനമാകും. അങ്ങനെ ഒരു പ്രതിജ്ഞാലംഘനം നീ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതിനൊരിക്കലും ഞാൻ സാഹചര്യം ഉളവാക്കില്ല. നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിന്നിൽ നിന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: അയുധ്യമാന സാഹായ്യം യഥോക്തം കുരു മാധവ. നീ യുദ്ധം ചെയ്യണ്ട. നീ പക്ഷേ പറഞ്ഞ പ്രകാരത്തിൽ എന്തൊക്കെയാണോ നീ സൂചിപ്പിച്ചത് ആ പ്രകാരത്തിൽ നീ സഹായിക്കുക. അങ്ങനെ നീ ഞങ്ങളുടെ ശക്തിയായി നിന്നുകൊണ്ട് ഞങ്ങളെ സഹായിച്ചാലോ ഞങ്ങൾ ഈ യുദ്ധം വളരെ വേഗത്തിൽ ചെയ്യും. അതാണ് ഭഗവാൻ പരമാത്മാവാണ്, പുരുഷോത്തമനാണ്. അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുകയുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ പ്രകൃതിയും പ്രകൃതിയിൽ നിന്നുണ്ടായതായ ഈ കാണായ സർവ്വപദാർത്ഥങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവയ്ക്കൊന്നും പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല. ഭഗവാന്റെ സാന്നിധ്യമാണ് അവയ്ക്ക് ശേഷിയെ ഉളവാക്കുന്നത്. അതുകൊണ്ട് ആ പ്രകൃതി നിരന്തരം പ്രചണ്ഡമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഭഗവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമായിരിക്കുന്ന പ്രപഞ്ച സൃഷ്ടി വ്യവസ്ഥ, പ്രപഞ്ച പ്രവൃത്തി വ്യവസ്ഥ, പ്രപഞ്ച ലയവ്യവസ്ഥ, അതാണ് ഇവിടെ കിടക്കുന്നത്. അല്ലയോ കൃഷ്ണ, നീ ആയുധം എടുക്കില്ല എന്നുള്ള ആ പ്രതിജ്ഞയെ ലംഘിക്കണ്ട. പക്ഷേ നിന്റെ ആ അനുഗ്രഹം മാത്രം മതി. നീ പറഞ്ഞത് അനുഗ്രഹമേ ഞങ്ങളിൽ ചൊരിയ. നിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ ഇതെല്ലാം നിർവഹിക്കും. അതാണ് ഭഗവാന്റെ സാന്നിധ്യത്താൽ ഈ പ്രകൃതി ഇതെല്ലാം ചെയ്യുന്നു. പ്രകൃതിയിൽ നിന്നുണ്ടായ സർവ്വപദാർത്ഥങ്ങളും ഇതെല്ലാം ചെയ്യുന്നു. നമ്മുടെ ഈ ശരീരാദികളെല്ലാം ഇതെല്ലാം ചെയ്യുന്നു ഭഗവാന്റെ സാന്നിധ്യത്താൽ. വൈദ്യുതിയുടെ സാന്നിധ്യത്താലാണ് ബൾബ് പ്രകാശിക്കുന്നത്, മൈക്ക് ശബ്ദിക്കുന്നത്, അതേപോലെ തന്നെ ഫാൻ കറങ്ങുന്നത്. എല്ലാം വൈദ്യുതിയുടെ സഹായത്താലാണ്, അതിന്റെ സാന്നിധ്യത്താലാണ്. അതേപോലെ ഭഗവത് സാന്നിധ്യത്താൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നു. അത് മാത്രം മതി. നോക്കണം, ഭഗവാൻ കർത്താവല്ല, പിന്നെയോ സാക്ഷി മാത്രമാണ് എന്നുള്ള അദ്വൈത വേദാന്തത്തിന്റെ അത്യന്തം സൂക്ഷ്മമായിരിക്കുന്ന തത്വം ഭഗവത്ഗീതയിലെ 7, 8, 9 അധ്യായങ്ങളിൽ വളരെ ഭഗവാൻ വ്യക്തമായി നമ്മെ കേൾപ്പിച്ചതായ ആ തത്വം, വിശദീകരിച്ചു തന്നതായ ആ തത്വം ഇവിടെ ഈ കഥയ്ക്കകത്ത് കിടക്കുന്നു. കഥാരൂപത്തിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. കേട്ടുകഴിഞ്ഞാൽ ലൗകികമായൊരു കഥയാണ്. പക്ഷേ ലൗകികമായി കഥയ്ക്കകത്ത് വ്യാസൻ ചെയ്തു വച്ചിരിക്കുന്നത് ഉപനിഷത്താണ്. വ്യാസന്റെ ഒരൊറ്റ വാക്കും കള്ളമായി തീരില്ല. വ്യാസന്റെ സർവ്വവാക്കുകളും പരമസത്യമായിരിക്കും. എങ്ങനെ? ബ്രഹ്മം എന്നുള്ള പരമസത്യത്തെ പോലും നമുക്ക് അനുഭവപ്പെടുത്തുന്ന പരമസത്യമായിരിക്കും വ്യാസന്റെ ഓരോ വാക്കും. ഇതാണ് കവിത്വം. അങ്ങനെ നോക്കുമ്പോഴേക്കും വ്യാസന് തുല്യനായിട്ട് ആരിയിരിക്കുന്നു ഈ ജഗത്തിൽ? ആരുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, സമയസ്തു കൃത കശ്ചിത് മമ ഭീഷ്മേണ സംയുഗേ. ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട്. അതിന് ഒരു മാർഗം ഞാൻ കണ്ടിട്ടുമുണ്ട്. നീ അത് നിന്റെ സാന്നിധ്യത്താൽ വേണ്ടുന്ന പ്രകാരത്തിൽ നടത്തിച്ചു തന്നാൽ മതി. എനിക്കൊരവസരമുണ്ട്, ആ അവസരത്തെ ഞാൻ കേൾപ്പിച്ചു തരാം. അതിന് നീ വേണ്ടുന്ന പ്രകാരത്തിൽ കരുത്തുറ്റതാക്കി ഫലത്തിൽ കൊണ്ടെത്തിക്കുക നിന്റെ സാന്നിധ്യത്താൽ, നിന്റെ നേതൃത്വത്താൽ. അല്ലാതെ നീ ആയുധമെടുത്ത് യുദ്ധത്തിനിറങ്ങണ്ട. നീ ഭീഷ്മന്റെ നേരെ ചക്രവുമായി ചാടിയപ്പോഴേക്കും അർജുനൻ നിന്നെ പിടിച്ചുകൊണ്ടുവന്നു. അത് അർജുനൻ ചെയ്തത് ശരി തന്നെയാണ്. നീ ഒരിക്കലും നേരിട്ട് ആയുധം പ്രയോഗിക്കാൻ പാടില്ല, നിന്റെ പ്രതിജ്ഞയെ ലംഘിക്കാൻ പാടില്ല. അതിനാൽ ഒരു മാർഗം ഞാൻ കാണുന്നുണ്ട്. നിന്റെ സാന്നിധ്യത്താൽ, നീ തന്നിരിക്കുന്ന ഈ ശക്തിയാൽ ഞാനൊരു മാർഗം കാണുന്നുണ്ട്. കൃഷ്ണ, ഞാനത് അങ്ങയെ കേൾപ്പിക്കാം, അങ്ങ് അത് പ്രവർത്തിപ്പിച്ചാലും എന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെടുന്നു. ആ മാർഗവും അത് പ്രവർത്തിപ്പിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അവിടെയാണ് ഭീഷ്മന്റെ ആ മനസ്സിന്റെ
ആ തികഞ്ഞ പ്രശാന്തി നമുക്ക് നേരിട്ട് അനുഭവപ്പെടുക, നേരിട്ട് മനസ്സിലാക്കാനായി സാധിക്കുക, ഉൾക്കൊള്ളാനായി സാധിക്കുക. നമുക്ക് നാളെ വൈകിട്ട് രാത്രി 8:30 ഈ പ്രകാരത്തിൽ ഒരുമിച്ച് കൂടാം. എന്നിട്ട് അത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.